അപ്പോൾ ഞാൻ തലയൊക്കെ കുളിച്ച് വന്നിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ അഗാരോൻ്റെ വോളമൈസർ ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചതിൽ ഭയങ്കര ത്രില്ലിലാണ്. ഞാനൊന്ന് വെറുതെ ഒന്ന് ആക്കി നോക്കിയായിരുന്നു. പിന്നെ വിചാരിച്ചു അങ്ങനെ ആക്കി മുടി നശിപ്പിക്കുന്നതിന് പകരം കുളിച്ച് ഷാമ്പൂവും ഒക്കെ ഇട്ടിട്ട് കുളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ തിരിക്കുന്ന സാധനങ്ങളൊന്നും കാണാനില്ല കേട്ടോ. പല വീഡിയോയിൽ അത് വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണു അല്ലേ. അപ്പോൾ ഇതിൽ ഒറ്റ ഹീറ്റുള്ളൂ കേട്ടോ. നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പ്രവർത്തിച്ചു കൊടുക്കും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊന്ന് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാണിച്ചൊരു സാധനമാണ്. നമ്മളിങ്ങനെ ഹെയർ നമുക്ക് സ്ട്രൈറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും അത്രയ്ക്കും ഇങ്ങോട്ട് പൈസ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ. അങ്ങോട്ടെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ച് എന്താ പറയുക ഒരു കുഞ്ഞിനെ പോലെ നോക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിയാവുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സ് തകർന്നു കൂട്ടാം. നോക്കാം. അപ്പോൾ ഇത് സ്ട്രീസിൻ്റെ ഒരു ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഡ്രയർ ഉപയോഗിക്കുമ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. അതിൻ്റെ ഈ സംഭവമൊക്കെ പോയിട്ട് അപ്പോൾ ഞാനത് ഒന്ന് വെറുതെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് എടുത്തിട്ട്, കാരണം സ്പ്രേ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹെയറിൽ മാത്രമാണ് കേട്ടോ. നമുക്ക് സ്കാൽപ്പിലൊന്നും ഈ സാധനം അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഹെയറിൽ മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് വാങ്ങുന്നവർ എന്തായാലും നമ്മൾ ഒരു ഹെയർ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നിർബന്ധമായിട്ടും വാങ്ങണം. കാരണം വേറെ ഒന്നുമല്ല, ഹെയർ നല്ലപോലെ കേടാവും ഇങ്ങനെ ഹീറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ കുറച്ച് നനഞ്ഞ മുടിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്ന മുടിയിൽ ചെയ്യരുത്. അപ്പോൾ കുളിച്ച് പകുതി ഭാഗം ഉണക്കിയിട്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കുക കേട്ടോ. അത് എന്ത് ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോവും, നശിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയും പോവുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. നോക്കാം സ്ട്രെയിറ്റ് ആവുന്നുണ്ടോയെന്ന്. സ്ട്രൈറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നല്ല ഭംഗിയായിട്ട് വോളിയത്തിൽ നമ്മുടെ ഹെയർ കെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് മൂന്ന് വട്ടമൊന്നും ആക്കിയാൽ ഒരിക്കലും ആവില്ല കേട്ടോ മുടി. കാരണം നമ്മൾ അത്യാവശ്യത്തിന് ആക്കുക തന്നെ വേണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പേടിക്കാനില്ല. മറ്റേ സ്ട്രൈറ്റ്നറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ കൊള്ളുമെന്നൊക്കെ നമ്മൾ പേടിക്കും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ആയിപ്പോയി എൻ്റെ മുടിയിൽ. ഇത് ഇന്നാ വന്നതേ. ഞാൻ വെളിച്ചെണ്ണ ഇന്നലെ തേക്കുകയും ചെയ്തു. അല്ല, ഏകദേശമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടിയിൽ നിന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. വെളിച്ചെണ്ണ ഒന്നും ഇല്ല, ഉണ്ടാവരുത് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലായില്ലേ. മറ്റെല്ലാം കൂടെ ചെയ്യുമ്പോൾ ആവും വിചാരിക്കണം കേട്ടോ. ഞാൻ അപ്പുറത്തേക്കും പുറത്തേക്കൊക്കെ മുടി എടുത്തിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ക്ലിപ്പൊന്നും കാണാമല്ലോ. ക്ലിപ്പില്ല ശരിക്കും പറഞ്ഞാൽ അത് കാര്യം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിപ്പിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഫ്രണ്ടിലൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നല്ലപോലെ കേളായിട്ട് കിടക്കുന്ന ഹെയറാണല്ലോ. അപ്പോൾ ശരിയാവുന്നുണ്ടോ നോക്കാമല്ലോ. കുഴപ്പമില്ലാതെ ആവുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം ഒരുമിച്ച് എടുത്ത് ചെയ്യുന്ന കാരണം, ക്ലിപ്പില്ലാത്ത കാരണം. പക്ഷേ ഇതിനൊക്കെ തോന്നുന്നത് സ്ട്രൈറ്റ്നറിനേക്കാളും ടൈം എടുക്കും. പക്ഷെ ഇത് നമുക്ക് ടൈം എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 തവണ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. സ്ട്രൈറ്ററാണ് കൂടുതൽ ടൈം എടുക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അപ്ലൈ ചെയ്യുന്ന എണ്ണത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. നമ്മൾ ഒരു 5 തവണയെങ്കിലും നമ്മൾ മുടിയിലിട്ടിട്ട് വലിക്കേണ്ടി വരും. അതിൻ്റെ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിപ്പോയി, അതാണ് കാര്യം. കണ്ടോ, കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യത്തിന് നല്ലതായിട്ട് വരുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ഇല്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേ അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരാണെങ്കിൽ ഇങ്ങനെ കേളായിട്ട് ഒരു ഭാഗത്ത് കൊടുക്കും കേട്ടോ.
വേണ്ട, ഒരു സൈഡ് വേണ്ട, ഈ സൈഡ് വേണ്ട. നല്ല ഡിഫറൻസ് ഇല്ലേ? ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇത് എപ്പോഴെപ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. മുടിയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈം നമുക്ക് വേണ്ട ഒരു സാധനമാണ്. മുടി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. കുഴപ്പമില്ല അല്ലേ? ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടൊരു 15 മിനിറ്റിന് മേലെ ആവാറായിട്ടോ. ഒരു അരമണിക്കൂറൊന്നും വേണ്ട, എങ്കിലും എന്താ പറയുക, അപ്പോഴത്തേനും ശരിയാവും കേട്ടോ. ഇനി ഇത് ഫൈനലാണ്. ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ടാക്കി കുറച്ച് നേരം കേട്ടോ. അപ്പോൾ ഒന്ന് വോളിയൊന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ ഭയങ്കര സിൽക്കി ആൻഡ് സ്മൂത്ത് ആവട്ടെ. നിങ്ങൾ നോക്കപ്പോൾ ആദ്യം കണ്ട പോലെ ഒന്നല്ലല്ലോ. നല്ല രസമല്ലേ കാണാനായിട്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അത് പൊളിയാണ്, എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്ക് വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് സാധനം വാങ്ങാം കേട്ടോ. പിന്നെ നല്ല ഒരുപാട് കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ആവില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഷാമ്പു, അതുപോലെ കണ്ടീഷണർ, പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുമായിരിക്കും. എൻ്റെ അത്ര കേളി ഹെയർ ഒന്നുമല്ല, കുറച്ച് ഇങ്ങനെ വേവുള്ള പോലത്തെ ഒരു ഹെയറാണ്. ആ എന്താ പറയുക, അങ്ങനത്തെ ഹെയർ എൻ്റെ പോലെയുള്ള ഹെയർ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ എനിക്ക് അതല്ല എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് സജസ്റ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി സത്യം പറയാലോ ഇഷ്ടമായി. ഇത് സ്ട്രീസിൻ്റെ തന്നെ 20 രൂപയുടെ ഒരു എന്താ പറയുക സെറാണ് കേട്ടോ. ധൈര്യമായിട്ട് വാങ്ങാം. അത്യാവശ്യത്തിന് 20 രൂപയുള്ളൂ അതിന്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് യൂസ് ചെയ്യാറ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മതി. അതുകൊണ്ട് കൂടുതൽ ഇരുന്ന് മോൻ നശിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ട് നമ്മുടെ ഹെയർ മാറും കേട്ടോ. ഞാൻ സ്ട്രെയിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാലേ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്തു. കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മടിയായി. അതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് വോളിയം തോന്നാത്തത്. പക്ഷേ എന്താ പറയുക, ഹെയർ അടിപൊളിയായില്ലേ. നമ്മുടെ ആ ഒരു എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മുടിയൊക്കെ പൊട്ടി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു. ആ സംഭവമൊക്കെ അടിപൊളിയായിട്ട് പോയിട്ട് പിന്നെ കുറച്ച് വിയർത്തൊലിക്കും. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്നേക്കാളും മുന്നേ ഫാനിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1700 സംതിങ് ഉണ്ട്. ഓഫറിലൊക്കെ കിട്ടുമായിരിക്കും, ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുമായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇത് നമുക്ക് നാശാവില്ല എന്ന് വിചാരിക്കണോ, അത്യാവശ്യത്തിന് കാലം ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഇതിന് 1 ഇയർ വാറൻറ്റിയും കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല, അടിപൊളിയാണ്. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റില്ല, സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ റിട്ടേൺ പോളിസി ഉണ്ട്, അതും ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.